കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപനത്തിനായി ഡിസംബർ 18-ന് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം തികച്ചും നാടകീയമായി മാറ്റിവെച്ച സംഭവം കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളെയും അവയ്ക്ക് നേതൃത്വം നൽകുന്ന സ്വയംഭരണ സ്ഥാപനങ്ങളെയും തങ്ങളുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഹിന്ദുത്വ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ നടപടിയാണ്. 1954-ൽ സ്ഥാപിച്ച എഴുത്തിന്റെയും സാഹിത്യത്തിന്റെയും രംഗത്ത് അഗ്രിമ സ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന സാഹിത്യ അക്കാദമിക്ക് അതിന്റെ 7 പതിറ്റാണ്ട് നീണ്ട ചരിത്രത്തിൽ മുമ്പൊരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അപമാനത്തെയാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റു അടക്കം അക്കാദമിയുടെ സ്ഥാപകർ സർക്കാർ ഇടപെടലുകൾ കൂടാതെ എഴുത്തിനെയും സാഹിത്യത്തെയും പരിപോഷിപ്പിക്കാൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ദേശീയ സംവിധാനമായാണ് അതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതാണ് കഴിഞ്ഞ വ്യാഴാഴ്ച കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം തിടുക്കപ്പെട്ടിറക്കിയ ഒരു സർക്കുലറിലൂടെ റദ്ദാക്കപ്പെട്ടത്. രാജ്യത്തെ 24 ഭാഷകളിൽ രചിക്കപ്പെട്ട സാഹിത്യകൃതികൾക്കുള്ള ഏറ്റവും വിലമതിക്കപ്പെടുന്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാനായി വിളിച്ചു ചേർക്കപ്പെട്ട വാർത്താ സമ്മേളനത്തിന് മിനിറ്റുകൾക്ക് മുൻപ് കൈമാറിയ മന്ത്രാലയത്തിന്റെ സർക്കുലറിന് ആ പ്രഖ്യാപനം തടയുക എന്നതിലുപരി അക്കാദമിയെയും ദേശീയ സാഹിത്യ ലോകത്തെ തന്നെയും അപമാനിക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. സാഹിത്യ, ലളിതകല, സംഗീത, നാടക അക്കാദമികൾ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്നീ സ്ഥാപനങ്ങളുമായി 2025 ജൂലൈ മാസത്തിൽ സാംസ്കാരിക മന്ത്രാലയം ഒപ്പുവെച്ച ഒരു ധാരണാപത്രത്തിന്റെ പേരിലായിരുന്നു ഇപ്പോഴത്തെ നടപടി. അക്കാദമികളുടെ അവാർഡുകൾ പുനഃസംഘടിപ്പിക്കുക എന്നതായിരുന്നു ആ ധാരണാപത്രത്തിന്റെ അന്തസത്ത. ഇതിൽ സ്കൂൾ ഓഫ് ഡ്രാമ യാതൊരു അവാർഡുകളും നൽകുന്നില്ലെന്നത് മറ്റൊരു വസ്തുത. പുനഃസംഘടന മന്ത്രാലയവുമായി കൂടിയാലോചിച്ച് വേണമെന്നും അതുവരെ മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതിയോടെ പുരസ്കാര പ്രഖ്യാപനം പാടുള്ളൂ എന്നും സർക്കുലർ നിഷ്കർഷിക്കുന്നു. തങ്ങൾ അഭിമതരെന്ന് കരുതുന്ന ആർക്കും പുരസ്കാരത്തിന് അർഹതയില്ലെന്ന നിരുപാധിക പ്രഖ്യാപനമായി വേണം സർക്കുലറിനെ മനസ്സിലാക്കാൻ. പുരസ്കാരങ്ങൾ നിർണ്ണയിക്കാൻ കീഴ്വഴക്കമനുസരിച്ച് 24 ഭാഷകൾക്കും വിധി നിർണയ സമിതികൾക്ക് അക്കാദമി ജനുവരിയിൽ തന്നെ നിയമാനുസൃതം രൂപം നൽകിയിരുന്നു. അതിനുശേഷമാണ് മേൽപ്പറഞ്ഞ ധാരണാപത്രം ഒപ്പുവെക്കുന്നത്. ഒക്ടോബറിൽ അക്കാദമിയുടെ സെക്രട്ടറി പദവി വഹിച്ചിരുന്ന കെ ശ്രീനിവാസ റാവു തൽസ്ഥാനത്തു നിന്നും പിരിയുകയും മന്ത്രാലയം തങ്ങൾക്ക് താൽപ്പര്യമുള്ള ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിലെ പല്ലവി പ്രശാന്ത് ഹോൾക്കറെ നിയമിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രക്രിയയുടെ കാലക്രമം പരിശോധിച്ചാൽ സാംസ്കാരിക മന്ത്രാലയത്തിന് പുരസ്കാര നിർണയത്തിൽ നേരത്തെ തന്നെ ഇടപെടാൻ കഴിയുമായിരുന്നു എന്ന് വ്യക്തം. മാത്രമല്ല, ജനുവരിയിൽ ആരംഭിച്ച പുരസ്കാര നിർണയ പ്രക്രിയയ്ക്ക് 6 മാസത്തിന് ശേഷം ഒപ്പുവെച്ച ധാരണാപത്രം ബാധകമാക്കുക സാമാന്യ നിയമത്തിൽ നിലനിൽക്കുന്നതല്ലെന്ന വസ്തുതയും അവഗണിക്കപ്പെടുന്നു. വസ്തുതകൾ ഇവയൊക്കെ ആയിരിക്കെ മന്ത്രാലയത്തിന്റെ നടപടിയുടെ ലക്ഷ്യം വ്യക്തമാണ്. അക്കാദമി ഭരണസമിതിയെ അപമാനിച്ച് പുകച്ചു പുറത്താക്കുക. സാഹിത്യ അക്കാദമിയെ മാത്രമല്ല, സ്കൂൾ ഓഫ് ഡ്രാമയടക്കം എല്ലാ കേന്ദ്ര സാഹിത്യ സാംസ്കാരിക കലാസ്ഥാപനങ്ങളെയും മൊത്തമായി കൈയടക്കി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നതാണ്. BJP സംഘപരിവാർ ശക്തികൾ പ്രതിനിധാനം ചെയ്യുന്ന ഫാസിസം രാഷ്ട്രീയ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും തങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ ഒതുക്കാൻ തികച്ചും ആസൂത്രിതമായ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. ശിശുമന്ദിറുകൾ മുതൽ സർവകലാശാലകൾ വരെ അവരുടെ കൈപ്പിടിയിലാണ്. രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളായിരുന്ന ഉന്നത പഠന ഗവേഷണ സ്ഥാപനങ്ങളിൽ അവർ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു. പാഠ്യക്രമങ്ങളും വിജ്ഞാപന ശാഖകളും അവർ തങ്ങളുടെ ഹിന്ദുത്വ ലോകവീക്ഷണങ്ങൾക്കും ഫാസിസ്റ്റ് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കും അനുസൃതമായി പുനർവ്യാഖ്യാന വിധേയമാക്കുന്നു. സാഹിത്യം, കല, സിനിമ തുടങ്ങിയ സകലതിനെയും അവർ തങ്ങളുടെ ഹിന്ദുത്വ പ്രതിച്ഛായയിൽ പുനഃസൃഷ്ടിക്കുക മാത്രമല്ല, വേറിട്ട എല്ലാറ്റിനെയും തുടച്ചു മാറ്റാനും വിയോജിപ്പുകളെ അപ്പാടെ ഉന്മൂലനം ചെയ്യാനുമാണ് ഒരുമ്പെടുന്നത്. ഇപ്പോൾ രാജ്യം എത്തി നിൽക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വേരർക്കുന്ന പ്രത്യേക വോട്ടർ പട്ടിക പുനഃപരിശോധനയും അക്കാദമിക്ക് മേലുള്ള കടന്നുകയറ്റവും വരെ സംഭവ പരമ്പരകൾ ഓരോന്നും രാഷ്ട്രീയ ഗാത്രത്തിൽ കാലുറപ്പിക്കുന്ന ഹിന്ദുത്വ ഫാസിസത്തിന്റെ ഭീമത്സതയാണ് തുറന്നുകാട്ടുന്നത്.